ഗോതമ്പ് ദോശയാണോ? അതെ മുത്തശ്ശി. എന്റെ വയറിന് ഇത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ. 3 നേരം അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ. എന്തായി പറയണത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ? അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി. അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യത്തിന് നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ? എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? 1/2 ഏക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ? അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി. ഇത്രയും പഠിച്ചിട്ട് ബാലേട്ടിന് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി. അവിടെ ചെന്ന് പറമ്പിൽ കിളച്ചാ മതിയോ? ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു. ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കാത്രേ. കൊള്ളാലോ. അല്ലേലും അവൻ എടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാധേ? അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എൻജിൻ കണ്ടീഷനാണ്. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസ്റ്റോർ ചെയ്ത 1-തരം 6 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ. ബസ് ഓടി തുടങ്ങിയാൽ സ്ഥലം തിരിച്ചെടുക്കാമല്ലോ, അല്ലേ മുത്തശ്ശി? നടന്നത് തന്നെ. നീ ഒന്നും മിണ്ടണ്ട. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്നെ കെട്ടാൻ ആര് സ്ത്രീധനമൊന്നും കൊടുത്തില്ലല്ലോ. സ്ത്രീധനം കൊടുക്കാൻ എന്തുണ്ടായിരുന്നു? 1/2 ഏക്കർ കാടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തന്നെ വിവരം അറിഞ്ഞത്? ഒരു നല്ല കാര്യത്തിനല്ലേ കുട്ടി ചന്ദ്രൻ ചോദിക്കുന്നു. ഞങ്ങള് നന്നാന്നുള്ള കണ്ണുകടിയാ മുത്തശ്ശി അവക്ക്. എന്തെങ്കിലും പറ്റിപ്പോയ ചേച്ചിക്ക് ചന്ദ്രേട്ടന്റെ വീടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ചെലവ് നോക്കാനും ബാലേട്ടന് എത്ര ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് പിടിക്കുന്നില്ല, അതെനിക്ക് അറിയാവടി. കുട്ടികളെ ഇത്തിരി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാ നിന്റെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ചുമ്മാ അല്ല ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത. ഇതല്ലേ മനസ്സിലിരിപ്പ്? എന്തായാലും 8 സെന്റ് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 3rd ബെഡ്റൂം അത് ഇവിടെ വരും. അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ. ആവാലോ. അല്ലെ ഈ 2 നിലയുള്ള വീടാകുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഒരു 6 അടി മതിയാവും. ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും 2 നില വേണം. അപ്പൊ എന്താ പരിപാടി? എനിക്ക് സമയമായി. സാറേ, പിന്നെ ഈ ലോണൊക്കെ സാങ്ഷൻ ആവാൻ വേണ്ടി ആഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം എന്നാ പറയുന്നത്. അതിനെന്താ? കൊടുക്കണം. കൊടുക്കാം. പക്ഷെ അവിടെ വരെ പോകാനുള്ള സമയം കിട്ടില്ല. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആശാരിമാരുടെ ഒക്കെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാൽ മതി. ശരി, പിന്നെ കാണാം. അല്ല, ഇതെന്താ ഇവിടെ? പാടില്ലേ? ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ. ഒരു വീട് വയ്ക്കാൻ പോകുന്നു. 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നുമല്ല, ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക്. എത്രയായ സ്ഥിതിക്ക്? അയ്യോ, കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല സ്റ്റൈലം പേര്. പോട്ടെ, സമയായി. ഒരു മിനിറ്റ്. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ, എന്റെ ചേച്ചിയുടെ 2 പിള്ളേരെ എവിടെ പഠിക്കുന്നത്? ആണോ? ഏത് ക്ലാസ്സിൽ? പിന്നെ 3rd മൂത്തവള് മിനി, 2nd രണ്ടാമത്തെ ദിവ്യ. 2 എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല, വീട്ടിൽ നിന്ന് വരെ നടന്നാ വന്നേ? ഈ പ്രായത്തിലല്ലാതെ തന്നെ എപ്പോഴാ നടക്കുക? ആരായാലും എനിക്കറിയില്ല. അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ. വഴി ചോദിച്ചതാ. അല്ല, വീട്ടിൽ നിന്ന് നടന്നാണോ വരുന്ന ചോദിക്കുന്ന കേട്ടു. ഒന്നുമില്ല. ഇല്ലാത്തുണ്ടാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞു കിണിക്കരുത്. വാ.
ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടിഞ്ഞു വാ. നിന്നെ ഞാൻ നല്ല പെടപടയ്ക്കും. എന്നെയും പേടിക്കോ അമ്മേ? ഇല്ല, എന്റെ മോനെ അമ്മയുടെ തങ്ക കുടമല്ലേ. നിന്റെ കളർ പെൻസിൽ എടുത്തു. എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിയിട്ട് എന്തു പറ്റി? ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്? അതിനിത് മുഷിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് കാണുന്നവർക്ക് തോന്നണ്ടേ? നല്ല ഇസ്ത്രീകൾ ഉടുപ്പിട്ട് കൊടുത്തേ. ഇതേ ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ? ഇതിന്നലെ ഒറ്റ ദിവസമായിട്ടുള്ളൂ ബാല. ഒറ്റ ദിവസം പോരെ മുഷിയാൻ? അലക്കി തേച്ച ഉടുപ്പിട്ട് നല്ല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്കാൻ. ഇത് എത്ര പേര് കാണുന്ന? പോന്ന് നോക്കിയാൽ ഞാൻ തന്നെ ഇവരെ സ്കൂളിലാക്കിയേക്കാം. അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യ കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെയുമല്ല, ഇവരെ ഒറ്റ സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി? ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്? അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നത് നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ. ഓ, അവളൊരു വലിയ വായത്തിലെ കാര്യം. ചെലു. കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം. ചിലപ്പോ ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. നീ പോയി വെള്ളം. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധിക പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ചേരും കേട്ടോ. പറഞ്ഞേ. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect, and treat everyone with courtesy. My country, and my people, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ആ ക്ലാസ്സിൽ പൊയ്ക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. പൊയ്ക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ, തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തോള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാൻ ഒരു പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. അല്ല, അനുസരണൊക്കെ എന്ന് തല്ല് തന്നെ നല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ 2 വിഷയത്തിലാണ് കുട്ടികൾ മോശം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിങ് നിർത്തി. ഇപ്പൊ ഓഫീസിലെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ എന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികളിപ്പോ വികൃതി കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെന്നാലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്, എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറഞ്ഞേ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനിതേ. ഹലോ, എനിക്കാണോ? സ്പീക്കിംഗ്. ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, TP ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി.
ഹലോ പലവല്ല കൊടുക്കാം. സോറി. യെസ് ടി പി ബാലഗോപാലൻ ഹിയർ. എടാ നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടടാ? ആ നീയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറൊന്ന് വൈകുന്നേരം ഒന്നും വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകിട്ട് കേട്ടോ. ആ ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനി മടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി ആടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്കാം. അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അല്ല ഒന്ന് അവിടെ നിന്നാ തിരക്കിടില്ലായിരുന്നു. ചായ കൂടിയല്ല പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ വിക്കുണ്ടോ മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായിക്കൂടുന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി. കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട് ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. ദാ, പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാഹചര്യം ഒന്നുമില്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചി ഒന്ന് നോക്കണ്ടേ? ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തന. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻകുട്ടിക്ക് അറിയില്ലേ? വിലപേശലിന് ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. മിനിമം ഡിമാൻഡ്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം. പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോ. ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഏ ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ വലിയ ലോസ് ഒന്നിനെയാണെന്നാണ് വിചാരം. പിടിച്ചില്ലാത്രേ. ആ ചെറുക്കന് നീയുടെ കുഴപ്പം എന്താടി? ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. What is the spelling of price? Nisha? P-R-I-Z-E. Good. What is the spelling of glad? Naveen? G-L-A-D. Okay. Now, Divya spell sorry. C-O-R. What? O-R. C-O-R. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ടെന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിൾ വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആ, ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് ടി പി ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം.
ഏ വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ. ഓക്കെ. ആരാ ഈ ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അകത്ത് വരൂ. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്നത് എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് ട്യൂബെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കുന്ന പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഇതേ ഓ അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബിൽ വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ നിന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ല. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റ് കൊള്ളാം. ഒരാൾക്കിരിക്കാൻ എന്തിനാ 2 കസേര? ഒരാളല്ല 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. എന്ത് ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ആളെ കാണാനുണ്ട്. പിന്നെ കാണാം. മതി ചന്ദ്ര. ഓരോ മുത്തശ്ശി നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി? ഇത് ചൊറിയണം. സുഖമുണ്ടോ മുത്തശ്ശി? ഇങ്ങോട്ട് വരാൻ. ഞാനിപ്പോ വരും മുത്തശ്ശി കേട്ടാ. ഇപ്പൊ വരേ. എന്തേ വെറുതെ തള്ളെ മണി അടിക്കുന്ന എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തൊട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാ അവന്റേത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടേ അല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട. ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ എന്റെ കുഴപ്പം നല്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാർ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കുന്ന കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ ചൊപ്പട്ട 15,000 റുപ്യക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പഠിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരയി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ. എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്ക്. സമയം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞെത്തു. ഞാൻ പോട്ടെ. എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? ആ മീനൊന്നും ഇല്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ പാടി. ടീച്ചർ ഇതാ ഇത് നോക്കൂ. ഇതാ ഞാൻ പറഞ്ഞത്. അനിത ടീച്ചർ പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോയിട്ട് വരും. എന്താ സർ? പേടിക്കാനൊന്നുമില്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക്, അത്രയുള്ളൂ. അതിനെന്താ, പോണെങ്കിൽ പൊയ്ക്കോളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം.